ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നു പോകുന്നത്. സ്കൂളിലെ സീനിയർ കേഡറ്റായ കുമാരി ഷിഫ്ന ഫാത്തിമ നയിക്കുന്ന 2ാം നമ്പർ പ്ലറ്റൂണാണ് ഇപ്പോൾ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നു പോകുന്നത്. ഏൽപ്പിക്കുന്ന ചടങ്ങാണ് അടുത്തത്. ബഹുമാനനായ വിശിഷ്ടാതിഥി സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ MLA പരേഡ് കമാൻഡറുടെ അകമ്പടിയോടെ തുറന്ന വാഹനത്തിൽ പരേഡ് പരിശോധിക്കുന്നു. സാമൂഹിക പ്രതിബദ്ധതയും സഹജീവി സ്നേഹവും പ്രകൃതി സ്നേഹവുമുള്ള ഉത്തമ പൗരനായി ജീവിക്കുമെന്നും പ്രഖ്യാപിത നിയമവ്യവസ്ഥയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ അക്രമണത്തിനും അനീതിക്കുമെതിരെ പോരാടുമെന്നും
രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും മതേതരത്തിനും വേണ്ടി പ്രയത്നിക്കുമെന്നും എന്നിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ പൂർണ്ണമായി വിനിയോഗിക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുമെന്നും രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ സ്വമേധയാ അനുസരിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. റിവ്യൂ ഓർഡറിൽ 15 സ്റ്റെപ്പുകൾ മാർച്ച് ചെയ്ത് ഹാൾട്ട് ചെയ്തു നിലയുറപ്പിച്ച ശേഷം ആദരണീയനായ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യമർപ്പിക്കുന്ന പരേഡിന്റെ പ്രൗഢ തുടർന്ന് പരേഡിനെ സന്നിഹിതരായിരിക്കുന്ന ഈ സ്കൂളിൻ്റെ മാനേജർ ബഹുമാനായ ശ്രീ എം.കെ. അൻസാർ, എം.കെ. ഫരീദ് സാറ്, സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ താഹിറാട്ടി, സ്കൂളിലെ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകളായ മിടുമിടുക്കികളായ കുട്ടികൾ, മാധ്യമ സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ടവരെ, ഏറെ അഭിമാനകരവും അങ്ങേയറ്റം സന്തോഷകരവുമായ ഒരു ചടങ്ങിലാണ് നമ്മളൊക്കെ ഇപ്പോൾ ആയിരിക്കുക. 2014 മുതൽ ഏതാണ്ട് 11 വർഷമായി ഇരാറ്റുപേട്ട മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് വിഭാഗം പ്രവർത്തിക്കുകയാണ്. ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിനികളുടെ നാനാവിധമായിട്ടുള്ള വളർച്ചയ്ക്കും പുരോഗതിക്കും ഉയർച്ചയ്ക്കും വേണ്ടിയിട്ടുള്ള എല്ലാവിധമായ പാഠ്യേതര പ്രവർത്തനങ്ങളുടെയും ഏറ്റവും വലിയൊരു കേന്ദ്രമാണ് ഇരാറ്റുപേട്ട മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. നമുക്കറിയാം, ഈ കഴിഞ്ഞ നാളുകളിൽ നടന്ന സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ജില്ലയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ്, ഏറ്റവും ഒടുവിലായി നടന്ന സംസ്ഥാന അറബി കലോത്സവത്തിൽ സംസ്ഥാന തലത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ്, നമ്മുടെ മുസ്ലിം ഗേൾസ് സ്കൂളിന്റെ നേട്ടങ്ങൾ പറയാൻ പോയാൽ എണ്ണിയാൽ ഒടുങ്ങാത്ത നേട്ടങ്ങളാണ്. അതേപോലെ തന്നെ ഈ വിദ്യാഭ്യാസ ജില്ലയിൽ ഏറ്റവും അധികം മുഴുവൻ വിഷയങ്ങൾ A+ മേടിക്കുന്ന കുട്ടികളുള്ള സ്കൂൾ ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നാണ്. അത് SLC വിഭാഗത്തിലായാലും ഹയർ സെക്കൻഡറി വിഭാഗത്തിലായാലും, അങ്ങനെ പാഠ്യരംഗങ്ങളിലായാലും പാഠ്യേതര രംഗങ്ങളിലായാലും, അതേപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള നാനാവിധമായ നാഷണൽ സർവീസ് സ്കീം ആണെങ്കിലും, അല്ലെങ്കിൽ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ആണെങ്കിലും, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ആണെങ്കിലും, സയൻസ് ക്ലബും നേച്ചർ ക്ലബും ഒക്കെ അടക്കം എല്ലാവിധമായ പ്രവർത്തനങ്ങളിലും ഉജ്ജ്വലമായ ഇടപെടലുകൾ, മാതൃകകൾ കാഴ്ചവെക്കുന്ന ഒരു കലാലയമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ആയിട്ടുള്ള പെൺകുട്ടികൾ ഓരോരുത്തരും ഏറ്റവും സമർത്ഥമായ രീതിയിൽ അവരുടെ ആ ഒരു വർഷത്തെ ആ പരിശീലനം പൂർത്തീകരിച്ച് ഇന്ന് പാസിംഗ് ഔട്ട് പരേഡിന് തയ്യാറെടുത്ത പാസിംഗ് ഔട്ട് പരേഡ് പൂർത്തീകരിക്കുമ്പോൾ ആ ഓരോ കുട്ടികളെയും ഞാൻ മനസ്സു നിറഞ്ഞ് അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഒപ്പം അവരെ പരിശീലിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ അവരെ പ്രോത്സാഹിപ്പിച്ച നമ്മുടെ അധ്യാപകർ, സർവോപരി അവരെ ഇതിലേക്ക് കൈപിടിച്ച് നടത്തിയ അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, നിങ്ങൾ എല്ലാവരും അഭിനന്ദനം അർഹിക്കുന്നു എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ ഞാൻ ഈ വൈകിയ വേളയിൽ പ്രത്യേകിച്ച് കുട്ടികൾ ഇത്രയും നേരം പൊരിവേലത്ത് നിൽക്കുകയായിരുന്നു. ഞാൻ വലിയൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല. എങ്കിൽ പോലും പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ഗുണകരമായ
ഒരു പ്രവർത്തനമാണ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പ്രവർത്തനമെന്ന്. ഒന്ന്, അവർ അച്ചടക്കമുള്ളവരായി മാറും. രണ്ട്, അവർ ആത്മവിശ്വാസമുള്ളവരായി മാറും. അവർ തന്റേടമുള്ളവരായി മാറും. ജീവിതത്തെ വിജയകരമായി കെട്ടിപ്പടുക്കാൻ, മുന്നോട്ട് ആത്മവിശ്വാസത്തോടെ ചുവടുകൾ വെക്കാൻ കരുത്തുള്ളവരായി നമ്മുടെ പെൺകുട്ടികൾ മാറും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, രാജ്യസ്നേഹവും സാമൂഹിക പ്രതിബദ്ധതയും എല്ലാ തരത്തിലുള്ള ജീവിതത്തിലെ നിഷ്കർഷകളും മൂല്യങ്ങളും അച്ചടക്കവും എല്ലാം ഉയർത്തിപ്പിടിക്കാൻ ഈ പരിശീലനത്തിലൂടെ അവർക്ക് കഴിയുന്നുണ്ട്. ഞാൻ പലപ്പോഴും ഇതുവഴി പോകുമ്പോൾ കാണാറുണ്ട്, സ്കൂള് ആരംഭിക്കുന്ന സമയത്ത്, സ്കൂൾ വിടുന്ന സമയത്തൊക്കെ റോഡിലെ ട്രാഫിക് ഒക്കെ നിയന്ത്രിക്കുന്നത് നമ്മുടെ കുട്ടികളാണ്. അവരേറ്റവും മികച്ച നിലയിൽ ആ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് ഞാൻ കാണുകയും മനസ്സുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ മിടുമിടുക്കരായി അവർക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു വഴിത്താര തെളിക്കുവാൻ അതിനാവശ്യമായ പരിശീലനവും മാർഗനിർദ്ദേശവും ലക്ഷ്യബോധവും ഒക്കെ കൈവരിക്കാൻ ഈ കുട്ടികൾക്ക് ഈ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിലെ അവരുടെ പരിശീലനവും അവരുടെ പ്രവർത്തനവും ഉപകരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനവും ഈ പാസിംഗ് ഔട്ട് പരേഡുമെല്ലാം ഈ മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മഹത്വമാർന്ന കിരീടത്തിലെ ഓരോ തൂവലുകളായി, പൊൻതൂവലുകളായി പരിണമിക്കുന്നുണ്ട് എന്ന് വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാടിന് അഭിമാനമുയർത്തുന്ന ഈ സ്കൂളിന് സർവോപരി നിരവധിയായ നൂറുകണക്കിന് ആയിരക്കണക്കിന് പെൺകുട്ടികൾക്ക് ജീവിതത്തിൽ മികച്ച ഉയരങ്ങളിലെത്തുവാൻ, സമൂഹത്തിന്റെ നാനാ തുറകളിൽ ഏറ്റവും ഉജ്ജ്വലമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മാതൃകാ വ്യക്തിത്വങ്ങളാക്കുവാൻ അവരെ വളർത്തിയെടുത്ത ഈ കലാലയം ഇനിയും നമ്മുടെ നാടിന്റെ സമൂഹത്തിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള വിദ്യാഭ്യാസ സാംസ്കാരിക പുരോഗതികൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് അവരെ വിദ്യാസമ്പന്നരാക്കി, മികവുള്ള വ്യക്തിത്വങ്ങളാക്കി, ആത്മവിശ്വാസവും തന്റേടവും ജീവിതത്തെ നല്ല നിലയിൽ നോക്കിക്കണ്ട് മുന്നോട്ട് വിജയകരമായി പോകുവാൻ കെൽപ്പുള്ളവരാക്കി അവരെ മാറ്റി തീർക്കുന്ന ഈ കലാലയത്തിന് എല്ലാ ആശംസകളും നേരുകയാണ്. കമാൻഡർ, സെക്കൻഡ് ഇൻ കമാൻഡർ, പ്ലാറ്റൂൺ ലീഡേഴ്സ്, ബെസ്റ്റ് കേഡറ്റ് തുടങ്ങിയവർക്കുള്ള ഉപഹാരങ്ങൾ വിതരണം ചെയ്യുന്ന ചടങ്ങാണ് അടുത്തത്. ഉപഹാരങ്ങൾ വിതരണം ചെയ്യാൻ കുമാരി റുസ്മിനി ഇക്ബാലിനെ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. ഉപജില്ലയിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ച സംസ്ഥാന തലത്തിൽ കമാൻഡർ സെക്കൻഡ് ഇൻ കമാൻഡർക്ക് ചാർജ് കൈമാറുന്നു. സൂര്യപ്രഭയുടെ രാജ്യത്തിന്റെ വികസനത്തിന്, പുരോഗതിക്ക്, അഖണ്ഡതയ്ക്ക്, ജനാധിപത്യത്തിന്, മതേതരത്വത്തിന് ശക്തി പകരാൻ കേഡറ്റുകൾക്ക് സാധിക്കട്ടെ. നന്ദി.